ഹായ് ഹലോ, എൻ്റെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മിനി വ്ളോഗാണ്. ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എല്ലാം നല്ല കാര്യത്തിൻ്റെ തുടക്കം ദൈവത്തിൽ നിന്നാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ പോകും വഴിക്ക് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ചെറുതായിട്ടങ്ങോട്ട് ലേറ്റായിപ്പോയി. ഭയങ്കര ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ടൈമിങ്ങിന് നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. എന്തായാലും അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുർബാന കാണാൻ പകുതി കാറിലും അത് കഴിഞ്ഞിട്ട് പകുതി നമ്മൾ മെട്രോയിലാണ് പോകണം. കാരണം ഒരുത്തിനും ഭയങ്കര ആഗ്രഹം, കുറേ ദിവസമായിട്ട് ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ദുബായിൽ ട്രെയിനല്ല മോനെ, മെട്രോ ആണ്, അതൊന്നും അവന് കൂട്ടാക്കണില്ല പറഞ്ഞിട്ട് അവൻ അപ്പോഴും ട്രെയിനിൽ കയറണം എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, നാട്ടിൽ പോയിട്ട് നമുക്ക് ട്രെയിനിൽ കയറാം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും അവന് വലിയ ഇഷ്ടമായിട്ടില്ല. അവന് ട്രെയിനിൽ പോകണം. അപ്പോൾ ഓക്കെ, ഇത് ട്രെയിനാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് മെട്രോയിൽ ഇങ്ങോട്ട് കയറ്റി. രണ്ടു പേർക്കും ഭയങ്കര സന്തോഷമായതായി. ഞങ്ങൾ മെട്രോയിൽ കയറി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യമായിട്ട് കയറണേന്ന് തോന്നുന്നു. ഇതിന് മുമ്പ് കയറിയിട്ടുണ്ടെങ്കിലും അത് ഇത്തിരി കൊച്ചിയിലായതുകൊണ്ട് അങ്ങനെ അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇത് ഭയങ്കര എക്സ്പീരിയൻസാണ്. അപ്പോൾ അപ്പുറത്തോടെ ട്രെയിൻ പോകണതൊക്കെ നോക്കിയിട്ട് പുറത്തോടെ നോക്കിയിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ക്ലിപ്സൊക്കെ ഇന്നെടുത്തു. ഭയങ്കര സന്തോഷം. ഇവനാണ്, അപ്പൂസിനാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കൊട്ടൂസ് നോക്കണുണ്ട്, അവന് വലിയ പ്രത്യേകിച്ച് തോന്നില്ല. അങ്ങനെ ഞങ്ങൾ മെട്രോ ഇറങ്ങിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകാനാണല്ലോ ഇറങ്ങിയത്. പള്ളിയിലെത്തിയപ്പോൾ ആരുമില്ല, കുർബാനയും ഒക്കെ കഴിഞ്ഞു, പള്ളി കാലിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കയറി പുറത്തിറങ്ങി. ദുബായ് പള്ളിയിലേക്കാണ് വന്നത്. ഞങ്ങൾ മാതാവിൻ്റെ പള്ളിയാണ്, സെൻറ്റ് മേരീസ് പള്ളിയിലേക്കാണ് വന്നത്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ആദ്യത്തെ ലോങ് വീഡിയോ തന്നെ പള്ളിയിൽ നിന്ന് ഉള്ള ഒരു വീഡിയോ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല, പ്ലാനിങ്ങിലൊന്നുമല്ല, എങ്ങനെയോ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്തിട്ടാണ് വേണ്ടേ മോനെ, കുട്ടൂഷിന് എന്തിട്ട് വേണ്ടേ, അപ്പൂസിന് എന്തിട്ടാണ് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ബിരിയാണി ഒക്കെ പറയുന്നുണ്ട്. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പുറത്തേക്ക് പോയ ബിരിയാണി കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിട്ട് വേണ്ടതെന്ന്. അപ്പോൾ എന്തിട്ടാണ് വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഉപ്പും കുട്ടും വെള്ളം കൊടുക്കുന്നുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞ് ബിരിയാണി വേണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ടവൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അതാണ് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ നമുക്ക് ക്യാരറ്റും കുക്കുമ്പറൊക്കെ തന്നിട്ട് അത് എടുത്ത് കൊടുക്കുന്നുണ്ട് രണ്ടു പേർക്കും. ക്യാരറ്റ് ഇഷ്ടം, കുട്ടൂസിന് ഇഷ്ടം, സബോളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുക്കുമ്പറും ഭയങ്കര ഇഷ്ടം. സബോള കണ്ട ഒരു കുഴപ്പമില്ലാണ്ടാണ് സബോള കഴിക്കണം, ഭയങ്കര ഇഷ്ടമാണ് സബോളയൊക്കെ. അപ്പൂസ് ക്യാരറ്റ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര കഴിക്കില്ല. എന്നിട്ട് കഴിക്കണേ എന്ന് ചോദിക്കുക. അപ്പം ഒരു കൂസലില്ലാണ്ട് അതൊന്നും കേൾക്കാനുള്ള സമയമില്ല, அவங்க ഭയങ്കര തീറ്റയിലാണ്. അങ്ങനെ പിന്നെ കുട്ടൂസ് ഇതേ സബോള തന്നെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുക. ഒരു എരിവും കാര്യങ്ങളും ഒന്നുമില്ല അവന്, നോ പ്രോബ്ലം. രണ്ടുപേരും കട്ട വെയിറ്റിംഗ് ആണ്, എവിടെ ബിരിയാണി എന്നൊക്കെ ചോദിക്കണുണ്ട് അപ്പൂസ് അപ്പുറത്തായിരുന്നിട്ട്. പിന്നെന്താണ്, ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണിയും, പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ്, ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഞാൻ ഓർഡർ ചെയ്തത്. ചേട്ടൻ ഓർഡർ ചെയ്തത് ബീഫ് കപ്പ ബിരിയാണി. അങ്ങനെ രണ്ട് പേരും ഓർഡർ ചെയ്തു. പിന്നെ ഉണ്ണികൾക്ക് വെള്ളയപ്പം ഓർഡർ ചെയ്തു. പക്ഷെ അവരത് കഴിച്ചൊന്നുമില്ല. കുട്ടൂസ് എൻ്റെ ഫ്രൈഡ് റൈസ് ഇത്തിരി കഴിച്ചു.
അപ്പോസ് ഹാഫ് വെള്ളയപ്പം തിന്നു, അത്ര തന്നെ, വേറെ ഒന്നും കഴിച്ചില്ല അവൻ. അതങ്ങനെ. എന്തിട്ടാ കിട്ടിയ? എന്തിട്ടത്? തൈരല്ലേ? എന്തിട്ടാ അപ്പൂസ കഴിക്കണേ? അപ്പൂസ് എന്തിട്ടാ കഴിക്കണേ? ബിരിയാണി തിന്നാൻ പോവാ. ഇപ്പൊ എന്തിട്ടാ കഴിക്കണേ? ഇതെന്തിട്ടാ? അപ്പല്ലോ ഇതെന്തിട്ട്? അങ്ങനെ ബീഫ് കപ്പ ബിരിയാണിയും എൻ്റെ ഫ്രൈഡ് റൈസും വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, രണ്ടും കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ട്രാഫിക്കൊക്കെ കിട്ടി, കുറേ ട്രാഫിക്ക് കഴിഞ്ഞ് ഞങ്ങളിപ്പം മെട്രോയിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോവാണ്. ഞങ്ങളതിൽ ഓക്കെ, ഞങ്ങൾ ഫ്ലാറ്റിൽ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.